ഹേ ഗായ്സ്, ഇന്നും നമ്മൾ നോമ്പ് തുറക്കുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് നമ്മളെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന കൂന്ത നിറച്ചതും, അതുപോലെ രണ്ടാമത് നമ്മളൊരു ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സും കൂടിയാണ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ കൂന്ത നിറച്ചതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഞാനിതാ കൂന്തളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതിൻ്റെ ആ ഒരു ഇങ്ങനെ വാല് പോലത്തെ സംഭവങ്ങളില്ലേ, അതൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് ആവശ്യമുണ്ട്, കളയരുത്. അതൊക്കെ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ, അതുപോലെ ചെറിയ ഉള്ളി, ഒരു അരക്കപ്പോളം തേങ്ങ ഉണ്ടാവും, ഒരു 4-5 അല്ലി ചെറിയ ഉള്ളിയും, അതുപോലെ കുറച്ച് പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്താ അതേപോലെ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഒരു 2 ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ ഇതിലേക്ക് കുറച്ച് പാകത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ ക്ലീൻ ചെയ്യുമ്പോൾ മാറ്റി വെച്ചിട്ടില്ല, അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയും കൂടി, തേങ്ങൻ്റെ ഒരു മിക്സിയിൽ ചതച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മസാല സെറ്റ് ചെയ്തൊന്ന് മൂടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ആ മസാലയൊക്കെ ഒന്നും കൂടി സെറ്റാകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ നമ്മൾ കൂന്തലിലേക്ക് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു നിറയ്ക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം, അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇത് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫുള്ളാക്കിയിട്ട് നിറയ്ക്കാണ്ടിരിക്കുക. എന്താ വെച്ചാൽ ഓൾറെഡി ഇതിൽ എണ്ണയൊക്കെ ആയതുകൊണ്ട് ആവി കയറ്റിയെടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു എണ്ണമയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുൾ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം നിറയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു നൂല് പോലെ ഭാഗമല്ലേ, അത് മേലേക്കാക്കിയിട്ട് നമ്മൾ അതിൻ്റെ തലഭാഗം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളെ കയ്യിൽ ടൂത്ത് പിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നമ്മളെ ഓലയിൽ നിന്നൊരു ഈർക്കിളി പറിച്ചിട്ട് അതാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തേതാണ് നമ്മൾ ഇതുപോലെ തന്നെ നിറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കുറച്ച് മാത്രം മസാല നിറച്ചാൽ മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആ ഒരു തല വെച്ചിട്ട്, തല വേണമെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. തല വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം. അതങ്ങോട്ട് മസാല പുറത്തേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നതെന്നുള്ളൂ. പിന്നെ എന്നിട്ട് നമ്മൾ നേരെ ആവിയിലേക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ എല്ലാം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് ആവി കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുറേ നേരം ഒന്നും വെക്കേണ്ട, ഒരു കൂടി വന്നൊരു 7-8 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അല്ലെങ്കിൽ നല്ല അങ്ങനെ ആവി കയറ്റുമ്പോൾ ഇത് റബ്ബർ പോലായിട്ട് മാറും. നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഇടുങ്ങാറുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കൂന്തലൊക്കെ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് മേലക്കൊക്കെ ഇട്ട് കൊടുക്കുക, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആവശ്യമെങ്കിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മൂടി കൊടുക്കുക. ഒരു 10 മിനിറ്റ് മതിയാവും ആവി വന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. കൂന്തൽ നമ്മൾ നിറച്ച പോലെയല്ല, നല്ലപോലെ കണ്ടോ, നല്ലപോലെ ഇങ്ങനെ അതിങ്ങോട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇതാ കണ്ടോ. ഇനി സിമ്പിളാണ്. ഇതിലേക്ക് മസാല തയ്യാറാക്കിയെടുക്കുക. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അതുപോലെ കുറച്ച് ഗരം മസാല, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു വെളുത്തുള്ളി അല്ലി ചതച്ചത്, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ മസാല ഒന്ന് ചൂടായി വരണം കേട്ടോ. ഇതുപോലെ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആവിക്ക് വേവിച്ച കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സിമ്പിൾ മസാലയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കൂന്തലൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇത് ഇഷ്ടാവുള്ളൂ. ചിലർ കൂന്തൽ കഴിക്കൂല, അപ്പോൾ അങ്ങനെ കഴിക്കാത്തവർക്കൊന്നും ഇഷ്ടാവില്ല. ഇങ്ങനെ ഇത് ഇഷ്ടമുള്ളവർ മാത്രം ഉണ്ടാക്കി വയ്ക്കാൻ മതി. പിന്നെ നോമ്പിന് ഞാനിത് അധികം റെക്കമെൻഡ് ചെയ്യൂല. എന്ന് വെച്ചാൽ പിന്നെ ചിലവർക്ക് വയറുവേദനയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും കുഴപ്പമില്ല എന്നുള്ളവർ മാത്രം ഉണ്ടാക്കി വയ്ക്കാൻ മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ ആ ഒരു മസാലയിലേക്ക് ഇത് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റ് ഇങ്ങനെ മിക്സാക്കി കൊണ്ട് നിൽക്കണം. അപ്പോഴത്തേക്കും റെഡി ആയി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി നോക്കിയാലോ. ഞാനിതാ മൈദ, 1 കപ്പ് മൈദയിലേക്ക് പാകത്തിന് ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും കുറച്ച് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊരു ഇളം ചൂടുവെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലേക്ക് ഇത് കുഴച്ചെടുക്കാൻ. അതിലും ഒന്നുകൂടി സ്റ്റിക്കി ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നല്ല പോലെ തന്നെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ കറക്റ്റായി കിട്ടാത്തവർ നമ്മളെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈസ്റ്റ് നല്ല ഫ്രഷ് ആണെങ്കിൽ പൊന്തി വരും, ഫ്രഷ് അല്ലെങ്കിൽ പൊന്തി വരില്ല കേട്ടോ. അപ്പോൾ ഞാനിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുക. ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് ചിക്കൻ എന്ത് ചെയ്യുക, ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതായത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ നല്ല വേവും കൂടി ചെയ്യട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഇടയ്ക്ക് തുറന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ചിക്കനൊക്കെ ഒന്ന് കോരി മാറ്റാം. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിലേക്കുള്ള ബാക്കി മസാലയും കൂടി തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ചിക്കൻ ഒന്ന് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഒരു 1.5 ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല സ്ലൈസ് തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചിക്കനിൽ ഉപ്പുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിച്ചപ്പ്, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു ചിക്കനില്ലേ, അതിങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അത് നല്ല പുഴുങ്ങിയെടുത്തിട്ടുള്ള 2 ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് കുറച്ചുകൂടി മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് നല്ലപോലെ ആ ഒരു ചിക്കനും ഈ ഒരു കിഴങ്ങിൻ്റെ മിക്സും കൂടി നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാൽ ആ ഒരു മൈദൻ്റെ മിക്സ് എടുക്കുക, ചെറിയ ചെറിയ ബോൾസ് ആക്കി കൊടുക്കാം. ഇത് നല്ല പൊന്തി വരേണ്ടതാണ്. ഈസ്റ്റ് ഒരു സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ പൊന്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നല്ല ബണ്ണ് പോലെ ഉണ്ടാവുന്നുണ്ട്. ഇത് വലിയ കുഴപ്പമില്ല, ഇതൊരു സ്നാക്സ് ആക്കി തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയത് നമ്മളിങ്ങനെ പരത്തി എടുക്കുന്നുണ്ട്. നമ്മൾ പൂരിക്കൊക്കെ പരത്തൂലേ, ആ ഒരു തിക്കായിട്ട് മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ വട്ടമുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മസാല നിറച്ച് കൊടുക്കാം. ഞാൻ കുറച്ചധികം തന്നെ മസാല നിറയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കോഴിമുട്ടയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചെറിയ കാടമുട്ട അല്ലെങ്കിൽ കോഴിമുട്ടേൻ്റെ പകുതിയൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇതൊന്ന് നമുക്കെന്തെങ്കിലും ഒരു സ്പൂണോ ഫോർക്കൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 ഭാഗവും ഇതുപോലെ തന്നെ ഞാൻ കാണിക്കുന്ന പോലെ ചെയ്തെടുക്കുക. പിന്നെ നല്ലപോലെ ഒട്ടിച്ചെടുക്കുക. മൈദയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. പക്ഷേ ഞാനിങ്ങനെ ഫോർക്ക് വെച്ച് ഒട്ടിക്കുന്നുള്ളൂ. ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഫോർക്കിൻ്റെയൊക്കെ ഷേപ്പിൽ നല്ല രസം ഉണ്ടാവും. ഇത് നമ്മളിങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്യാണ്ട് തന്നെ നമുക്ക് ആവിക്കൊക്കെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് നമുക്ക് എണ്ണയിൽ തന്നെ പൊരിച്ച് കോരാന്ന്. പിന്നെ ഇനി ആവിയിലൊക്കെ വേവിച്ചെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ മതി കേട്ടോ. പിന്നെ ഓവനൊക്കെ ഉള്ളവരാണെങ്കിൽ ഓവനിലേക്കൊന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി. എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് തിന്നായിട്ട് പരത്തിയിട്ട് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 2 ഭാഗവും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. കൈ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി, വെറുതെ നമ്മൾ ഫോർക്ക് വെച്ചെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. 2 ഭാഗവും 4 മൂലയും മടക്കി കൊടുക്കുക, അത്ര തന്നെ. പിന്നെ നമ്മൾ വെക്കുമ്പോൾ കുറച്ച് മൈദയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയൊക്കെ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ എണ്ണ ചൂടായിട്ടെടുക്കുക. എന്നിട്ട് ഇതിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും. പിന്നെ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലതിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ പൂരിക്കൊക്കെ ആക്കിയെടുക്കൂലേ, അതേപോലെ നല്ല പൊങ്ങി വരുന്നുണ്ട്. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. അപ്പോൾ 2 ഭാഗവും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ, ഈസി സ്നാക്സാണ്. തയ്യാറാക്കി വെക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്റ്റ് ആവശ്യമില്ല എൻ്റർടൈൻമെൻറ്റ്.